ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സേഫ് ആയിട്ട് ഇരിക്കാമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ അതേപോലെ ടിപ്സ് ആൻഡ് ട്രിക്സിന്റെ തന്നെയാണ്. വീട്ടമ്മമാർക്കൊക്കെ ഒത്തിരി യൂസ്ഫുൾ ആവുന്ന ടിപ്സ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. പിന്നെ അതുപോലെ തന്നെ സ്കൂളൊക്കെ തുറക്കുകയാണ്. അപ്പോൾ എല്ലാവരും ബുക്കൊക്കെ കവർ ചെയ്യുന്ന തിരക്കിലായിരിക്കും അല്ലെ. അപ്പോൾ ഈസി ആയിട്ട് ബുക്കൊക്കെ കവർ ചെയ്തെടുക്കാനുള്ള കിഡ്ലൻ ടിപ്സുകളും ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ പുതുതായിട്ട് വന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യത്തെ ടിപ്പിലോട്ട് കിടക്കാം. നമ്മൾ ഉഴുന്നുവടയൊക്കെ വീട്ടിലുണ്ടാക്കുന്ന ടൈമിൽ സാധാരണ തട്ടുകടയിലും പിന്നെ അതുപോലെ തന്നെ ഹോട്ടലുകളിലും കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടാറില്ല അല്ലെ. നമ്മുടെ വീട്ടിലൊക്കെ ഉഴുന്നുവട ഉണ്ടാക്കുന്ന ടൈമിൽ ചെറിയൊരു ടിപ്പ് പ്രയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഹോട്ടലിൽ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉഴുന്നുവട നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. പിന്നെ നിങ്ങൾ ഉഴുന്നുവടയ്ക്ക് ഉഴുന്നെടുക്കുന്ന ടൈമിൽ ഇതുപോലെ മുഴുവനായിട്ടുള്ള ഉഴുന്നെടുക്കാനായിട്ട് നോക്കണം കേട്ടോ. ഇതെടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പൊ ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് കഴുകിയിട്ട് കുതിർക്കാനായിട്ട് വെക്കാം. അങ്ങനെ ഇത് നമ്മുടെ ഉഴുന്നൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഇവിടെ 2 കപ്പോളം ഉഴുന്നാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. പിന്നെ അരച്ചെടുക്കുന്ന ടൈമിൽ ഓവറായിട്ട് വെള്ളം ചേർത്ത് അരച്ചെടുക്കാൻ പാടില്ല. പിന്നെ നമുക്കറിയാലോ ആ ഒരു ഉഴുന്നുവടയുടെ കട്ടിയൊക്കെ. അപ്പോൾ ആ ഒരു രീതിയിൽ അരച്ചെടുത്താൽ മതി കേട്ടോ. അങ്ങനെ ഞാൻ എന്താ ഉഴുന്നൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടിയാണ്. മിക്ക ഹോട്ടലുകളിലും ചെയ്യുന്ന ഒരു ട്രിക്കാണ് കേട്ടോ ഇത്. അരിപ്പൊടി ചേർത്തിട്ട് നമ്മൾ ഉഴുന്നുവട ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇപ്പൊ ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് 2 കപ്പോളം ഉഴുന്നാണ്. അതുകൊണ്ട് തന്നെ 2 ടേബിൾ സ്പൂണോളം അരിപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ ഒരു ഉഴുന്നും അരിപ്പൊടിയും നന്നായിട്ട് തന്നെ മിക്സ് ആവണം കേട്ടോ. ഇതുപോലെ കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോ നിങ്ങൾ എടുക്കുന്നത് 1 കപ്പ് ഉഴുന്നാണെങ്കിൽ 1 ടേബിൾ സ്പൂണോളം മാത്രം അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. അരിപ്പൊടിയുടെ അളവ് കൂടാൻ പാടില്ല കേട്ടോ. 1 കപ്പ് ഉഴുന്നിന് 1 ടേബിൾ സ്പൂണുള്ള അരിപ്പൊടി എന്ന തോതിൽ എടുത്താൽ മതി. അങ്ങനെ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു 5 to 8 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി ഇപ്പൊ രാവിലത്തേക്കാണ് നമ്മൾ ഉഴുന്നുവട തയ്യാറാക്കി എടുക്കുന്നുണ്ടെങ്കിൽ രാത്രി ഇതുപോലെ ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. സാധാരണ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ ഇതുപോലെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാറില്ല. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എടുത്ത് ചുട്ടെടുക്കാറാണ് പതിവ്. എന്നാൽ ഇതുപോലെ നമ്മൾ തയ്യാറാക്കിയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഉഴുന്നുവടയ്ക്ക്. നമ്മൾ ചില ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്ന ടൈമിൽ പ്രത്യേക ഒരു ടേസ്റ്റ് തോന്നാറില്ലേ ഉഴുന്നുവടയ്ക്ക്. എത്ര കഴിച്ചാലും മതി വരാത്തൊരു ടേസ്റ്റ്. ആ ഒരു ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടട്ടോ. ഇപ്പൊ ഞാൻ പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. ഇപ്പൊ നമ്മുടെ മാവൊക്കെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ഈ ഒരു ഉഴുന്നുവടയുടെ മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന ടൈമിൽ നല്ല സോഫ്റ്റും ആയിരിക്കും. പിന്നെ അത് മാത്രമല്ല ഭയങ്കര സ്മെല്ലും ആയിരിക്കും കേട്ടോ ആ ഒരു ഉഴുന്നുവടയ്ക്ക്. ഇനി ഞാൻ അതിലോട്ടേക്ക് ഒരു ചെറിയ കഷ്ണം സവാള കട്ട് ചെയ്തതും പിന്നെ എരിവിന് ആവശ്യത്തിന് പച്ചമുളക്. ഇപ്പൊ ഞാൻ 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കറിവേപ്പില കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൂടി നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് 1/2 ടേബിൾ സ്പൂണോളം കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ടേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇനിയിപ്പം കയ്യിൽ വെച്ചിട്ട് മാവ് പരത്തിയെടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ എണ്ണയിലോട്ട് ഇടാനുള്ള പേടി ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു സ്റ്റീൽ ഗ്ലാസ്സോ കപ്പോ എടുത്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് നനച്ചെടുക്കുക. അതിനുശേഷം അതിന്റെ അടിഭാഗത്തായിട്ട് ഇതുപോലെ മാവൊന്ന് പരത്തി കൊടുത്താൽ മതി. അങ്ങനെ ഞാൻ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എണ്ണയിലോട്ട് വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ കൈ പൊള്ളുന്നുള്ള പേടിയും വേണ്ട. ഇങ്ങനെ നമ്മൾ എണ്ണയിലോട്ട് വെച്ച് കൊടുത്തതിന് ശേഷം ആ ഒരു ഗ്ലാസ് ചെറുതായിട്ടൊന്ന് കുലുക്കി കൊടുക്കുകയാണെങ്കിൽ ആ ഒരു മാവ് ഗ്ലാസ് ഒന്ന് വിട്ട് വന്നോളും. അപ്പൊ ഇതുവരെ ഈ ഒരു രീതിയിൽ ഉഴുന്നുവട ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായും ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതുപോലെ മാവൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ അരിപ്പൊടിയും ഇട്ട് കൊടുക്കണം കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ പുറംഭാഗം ക്രിസ്പി ആയിട്ടും പിന്നെ അതുപോലെ അകഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉഴുന്നുവട നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. പിന്നെ ഇവിടെ മക്കള് കഴിക്കുന്ന കാരണം സവാളയും കുരുമുളകും ഒക്കെ ഞാൻ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അതാണ് അകംഭാഗം ഇതുപോലെ പ്ലെയിൻ ആയിട്ട് കിടക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കണമെങ്കിൽ കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ഉഴുന്നുവടയൊക്കെ നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഈ ഒരു രീതിയിൽ ഉറപ്പായി ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. സൂപ്പർ ടേസ്റ്റ് ആണ്. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. ഇപ്പൊ സ്കൂളൊക്കെ തുറക്കാറായി. അമ്മമാരൊക്കെ കുട്ടികളുടെ ബുക്കൊക്കെ കവർ ചെയ്യുന്ന തിരക്കിലായിരിക്കല്ലേ. അപ്പൊ പെട്ടെന്ന് എളുപ്പത്തിൽ ബുക്കൊക്കെ കവർ ചെയ്തെടുക്കാനുള്ള കുറച്ച് ടിപ്സ് ഒക്കെ നമുക്ക് നോക്കാം. പിന്നെ ഈ ഒരു വീഡിയോയിൽ ഞാൻ 3 രീതിയിൽ ബുക്ക് കവർ ചെയ്തെടുക്കുന്നത് കാണിക്കുന്നുണ്ട്. നമുക്ക് ആദ്യത്തെ രീതി കാണാം. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ മഴയൊക്കെ കിട്ടുന്ന ഒരു ടൈമാണ് ഈ ഒരു ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് എന്നുള്ളത്. അപ്പൊ ആ ഒരു ടൈമൊക്കെ നമ്മുടെ കുട്ടികളുടെ ബുക്കൊക്കെ പെട്ടെന്ന് നനഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലുമാണ്. അപ്പൊ ഇതുപോലെയുള്ള ട്രാൻസ്പെറന്റ് അഡഹസീവ് ഷീറ്റ് നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. സാധാരണ നമ്മൾ ബ്രൗൺ കളർ ഷീറ്റ് വെച്ചിട്ടൊക്കെ കവർ ചെയ്തെടുക്കുന്ന ടൈമിൽ അതിലോട്ടൊക്കെ വെള്ളമൊക്കെ വീണാൽ പോലും പെട്ടെന്ന് അത് കീറിപ്പോവാറുണ്ട്. പിന്നെ അത് മാത്രമല്ല നമ്മൾ ഉപയോഗിച്ച് വരുമ്പോഴത്തേക്കും അതിന്റെ സൈഡ് ഭാഗത്തു നിന്നൊക്കെ കീറി തുടങ്ങും. അപ്പോൾ ഈ ഒരു നമ്മൾ ഷീറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ ആ ഒരു പ്രശ്നമേ ഉണ്ടാവില്ല കേട്ടോ. ഒരു വർഷത്തേക്ക് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞു വെക്കേണ്ട ആവശ്യമില്ല. അപ്പൊ തീരെ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾ ഉറപ്പായും വാങ്ങിച്ചോളൂ. നല്ല യൂസ്ഫുൾ ആണ്. പ്രത്യേകിച്ച് അവർക്ക് ബുക്ക് സൂക്ഷിക്കാനായിട്ട് ഭയങ്കര പാടായിരിക്കും. അപ്പൊ സ്കൂളൊക്കെ തുറന്നിട്ട് 1 മാസം കൊണ്ട് തന്നെ ബുക്കിന്റെ കാര്യത്തിൽ അവരൊക്കെ ഒരു തീരുമാനമാക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് ബെസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഇതെങ്ങനെ നമ്മൾ കവർ ചെയ്തെടുക്കാൻ നോക്കാം.
മിക്കവരുടെയും പ്രശ്നം ഈ ഒരു ഷീറ്റ് വെച്ച് കവർ ചെയ്തെടുക്കുന്ന ടൈമിൽ അതിലോട്ട് എയർ ബബിൾസ് കയറിയിട്ട് ആകെ മൊത്തം വൃത്തികേടാവുന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ എയർ ബബിൾസ് ഒന്നും കയറാതെ നമുക്ക് നീറ്റ് ആയിട്ട് തന്നെ ഈ ഒരു ഷീറ്റ് വെച്ച് കവർ ചെയ്തെടുക്കാനായിട്ട് പറ്റും, ഈസി ആയിട്ട് തന്നെ കേട്ടോ. അപ്പൊ അതിനുള്ള മെത്തേഡാണ് ഞാൻ പറയുന്നത്. അപ്പൊ അതിനായിട്ട് നമുക്ക് ആദ്യം ഈ ഒരു സെന്റർ ഭാഗത്തുള്ള ചെറിയൊരു കട്ടിങ് ഉണ്ട് കേട്ടോ, ആ ഒരു ഭാഗത്തുള്ള സ്റ്റിക്കർ നമുക്കൊന്ന് ഇളക്കി മാറ്റാം. ഇനി നമുക്ക് കവർ ചെയ്തെടുക്കേണ്ട ബുക്ക് എടുത്തതിന് ശേഷം ഈ ഒരു ഭാഗത്തായിട്ട് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കാം. ഇനി ഒരു കത്രിക എടുത്തതിന് ശേഷം നമുക്ക് ഇതിന്റെ സൈഡ് ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. ഇതുപോലെ ഈ ഒരു സൈഡ് ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത സൈഡും ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബുക്കിന്റെ ഓപ്പൺ ചെയ്യുന്ന ഭാഗത്തായിട്ടും, അതായത് ഈ ഒരു ഭാഗത്തായിട്ടും നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. പിന്നെ കട്ട് ചെയ്ത് കൊടുക്കുന്ന ടൈമിൽ ഇതുപോലെ ഒന്ന് പിടിച്ചതിന് ശേഷം ആ ഒരു കവറിന്റെ എൻഡ് എവിടെയാണോ അതിനോട് ചേർത്തിട്ട് വേണം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇതുപോലെ നമുക്ക് ഈ ഒരു കവറിന്റെ 4 സൈഡും ചെയ്തെടുക്കണം കേട്ടോ. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുമ്പോൾ നമുക്ക് വലിയൊരു കാര്യമായിട്ട് തോന്നും, നമുക്ക് എളുപ്പത്തിൽ കവർ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇനി ഈ ഒരു ഭാഗത്തുള്ള സ്റ്റിക്കർ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഇളക്കി മാറ്റുക. ചെറുതായിട്ട് ഇളക്കി മാറ്റിയാൽ മതി, മുഴുവനായിട്ട് ഇളക്കി മാറ്റരുത് കേട്ടോ, പെട്ടെന്ന് എയർ ബബിൾസ് കയറും. അപ്പൊ ഇതുപോലെ ഒന്ന് ഇളക്കി മാറ്റിയതിന് ശേഷം നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇനി ആദ്യം ഈ ഒരു ചെറിയൊരു ഭാഗം നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം, അതായത് എയർ ബബിൾസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. പിന്നീട് ഇതാ കൈവച്ചിട്ട് ഇതുപോലെ ഒന്ന് തള്ളി കൊടുക്കുകയാണെങ്കിൽ ബാക്കിലത്തെ സ്റ്റിക്കർ ഇളകി പോന്നോളൂ. ഇനിയിപ്പോ കൈ കൊണ്ട് ഇതുപോലെ തള്ളി നീക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെറുതായിട്ടൊന്ന് വലിച്ചു കൊടുക്കാം. അപ്പൊ ഇതുപോലെ നമ്മൾ ഒട്ടിച്ചെടുക്കുകയാണെങ്കിൽ ഒട്ടും എയർ ബബിൾസ് ഒന്നും ഇല്ലാതെ നമുക്ക് ഒട്ടിച്ചെടുക്കാനായിട്ട് പറ്റും. ഇനി ഈ ഒരു പുറകിലുള്ള സ്റ്റിക്കർ മുഴുവനായിട്ടും ഇളക്കി മാറ്റിയതിന് ശേഷം സാധാരണ നമ്മൾ ബുക്ക് കവർ ചെയ്യുന്നത് പോലെ തന്നെ മടക്കി ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമ്മൾ പുറകിലത്തെ ഭാഗം ചെയ്യുന്ന ടൈമിൽ നേരത്തെ ചെയ്തതുപോലെ തന്നെ കുറച്ച് മാത്രം ആ ഒരു പേപ്പർ ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ ഈ ഒരു ഷീറ്റ് വെച്ചിട്ട് നമ്മൾ ബുക്ക് കവർ ചെയ്തെടുക്കുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഷീറ്റിലോട്ട് വെള്ളമൊക്കെ വീണാൽ പോലും, അതായത് ബുക്കിന് മുകളിലായിട്ട് വെള്ളമൊക്കെ വീണാൽ പോലും ആ ഒരു വെള്ളമൊക്കെ നമുക്ക് ഈസി ആയിട്ട് തുടച്ചെടുക്കാനായിട്ട് പറ്റും. ബുക്കിന് ഒരു കേടുപാട് സംഭവിക്കുകയില്ല കേട്ടോ. പിന്നെ ഈ ഒരു സ്കൂളൊക്കെ തുറക്കുന്ന ടൈമിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ മഴയൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിലോട്ട് പോകുന്ന ടൈമിൽ ബാഗൊക്കെ നനയാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ നമ്മൾ ഇതുപോലെ കവർ ചെയ്ത് കൊടുത്തതിന് ശേഷം, അതായത് ഈ ഒരു ബുക്കൊക്കെ നമ്മൾ ഇതുപോലെ ഈ ഒരു ഷീറ്റ് വെച്ചിട്ട് കവർ ചെയ്ത് കൊടുത്തതിന് ശേഷം ഡയറക്റ്റ് ആയിട്ട് ബാഗിൽ ഇടുന്നതിന് പകരമായിട്ട് ആദ്യം ഒരു പ്ലാസ്റ്റിക്കിന്റെ പാക്കറ്റിൽ ഇട്ടതിന് ശേഷം ആ ഒരു പാക്കറ്റോട് കൂടി നമ്മൾ ബാഗിലോട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ മഴയൊക്കെ നനയുന്ന ടൈമിൽ പെട്ടെന്നൊന്നും ആ ഒരു ബുക്കൊന്നും നനഞ്ഞു പോവില്ല കേട്ടോ. അങ്ങനെ എന്താ ഒട്ടും എയർ ബബിൾസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഈസി ആയിട്ട് എയർ ബബിൾസ് ഒന്നും കയറാത്ത രീതിയിൽ നമുക്ക് കവർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി നമ്മുടെ ബുക്കൊക്കെ സാധാ ബ്രൗൺ കളർ ഷീറ്റ് വെച്ചിട്ട് എങ്ങനെ കവർ ചെയ്തെടുക്കാൻ നോക്കാം. ഇപ്പൊ എന്റെ കയ്യിൽ ബ്രൗൺ കളർ ഷീറ്റ് ഇല്ല, അതുകൊണ്ടാണ് ഈ ഒരു ഷീറ്റ് എടുത്തെടുട്ടോ. അപ്പൊ ആദ്യം നമുക്ക് നമ്മുടെ എടുക്കുന്ന ബുക്കിനെ അളവിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ബുക്കിന്റെ താഴ്ഭാഗം ഇതുപോലെ ഒന്ന് പൊക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഷീറ്റ് ഇതുപോലെ ഒന്ന് മടക്കി വെച്ച് കൊടുക്കാം. ഇനി ഇതേ രീതിയിൽ തന്നെ നമുക്ക് മുകളിലത്തെ ഭാഗവും ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഒരു ബുക്ക് ഒന്ന് അടച്ചതിന് ശേഷം നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ സൈഡ് ഭാഗങ്ങളൊക്കെ ഇതുപോലെ ഒന്ന് മടക്കി വെച്ച് കൊടുക്കാം. ഇനി ഈ ഒരു ഭാഗങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ഇരിക്കാനായിട്ട് 4 കോർണറിലായിട്ട് നമുക്ക് വേണമെങ്കിൽ സ്റ്റാപ്ലർ ഒക്കെ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ സ്റ്റാപ്ലർ ചെയ്ത് കൊടുക്കണമെങ്കിൽ കറക്റ്റ് ആയിട്ട് അവിടെ ഇരുന്നോളും. അപ്പോൾ ഈ ഒരു ബ്രൗൺ കളർ ഷീറ്റ് വെച്ചിട്ട് നമുക്ക് വേറൊരു രീതിയിലും കവർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇതിപ്പോ ഞാൻ നേരത്തെ എടുത്ത അതേ ഷീറ്റ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. എന്റെ കയ്യിൽ ബ്രൗൺ കളർ ഷീറ്റ് ഇല്ല, അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പൊ ഞാൻ എന്താ ഷീറ്റിന്റെ ഉള്ളിലായിട്ട് ബുക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ കോർണർ ഭാഗങ്ങളൊക്കെ സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി സൈഡ് ഭാഗം ഇതുപോലെ മടക്കി വെച്ച് കൊടുക്കുന്നതിന് മുന്നായിട്ട് ഞാൻ ഇതാ ഈ ഒരു ഭാഗത്തായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ആ ഒരു ബുക്കിന്റെ കോർണർ എത്തുന്നത് വരെ മാത്രം കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അതേ രീതിയിൽ നമുക്ക് അടുത്ത സൈഡും ചെയ്തെടുക്കാം. അതായത് താഴെയും മുകളിലായിട്ടാണ് ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ സൈഡ് ഭാഗം ഇതുപോലെ ഒന്ന് മടക്കി വെച്ച് കൊടുക്കുകയാണ്. ഇനി ബുക്ക് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതുപോലെയാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത ഭാഗം ഉണ്ടല്ലോ, ആ ഒരു കട്ട് ചെയ്ത ഭാഗം ഇതുപോലെ ഉൾഭാഗത്തോട്ട് മടക്കി വെച്ച് കൊടുക്കാം. ഇതേ രീതിയിൽ നമുക്ക് താഴ്ഭാഗത്തും ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ സ്റ്റേപ്ലർ അടിച്ചില്ലെങ്കിൽ പോലും ആ ഒരു കവറൊന്നും ഇളകി പോരില്ല. ഇനി ബാക്കിയുള്ള ഭാഗം ഇതുപോലെ ഒന്ന് മടക്കി വെച്ച് കൊടുക്കാം. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ടാപ്പൊക്കെ ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. പിന്നെ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ നമ്മൾ സ്റ്റാപ്ലർ പിന്നൊക്കെ യൂസ് ചെയ്യാത്തതാണ് നല്ലത്. അവരുടെ കയ്യിലൊക്കെ കൊണ്ടുവരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ഒരു ടാപ്പ് ഒട്ടിച്ചു കൊടുത്താൽ തന്നെ ആ ഒരു കവർ കറക്റ്റ് ആയിട്ട് ഇരുന്നോളൂ. ഇനിയിപ്പോ വലിയ കുട്ടികളൊക്കെ ആണെങ്കിൽ അതിന്റെ പോലും ആവശ്യമില്ല, ഇതുപോലെ നമ്മൾ മടക്കി കൊടുക്കുകയാണെങ്കിൽ കറക്റ്റ് ആയിട്ട് അവിടെ ഇരുന്നോളൂ കേട്ടോ. അപ്പൊ ഇനിയിപ്പോ സ്കൂളൊക്കെ തുറക്കാനായിട്ട് വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതുവരെ നിങ്ങൾ ബുക്കൊന്നും കവർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. എളുപ്പത്തിൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് ബുക്കൊക്കെ കവർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ചാനൽ ഞാനിടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.